എന്താടി ഇത്? പിക്നിക് എന്ന് പറഞ്ഞു വന്നിട്ട് ഇത് തനി തീർത്ഥാടനമായി പോയല്ലോ. നമുക്ക് ക്രിക്കറ്റ് കളിച്ചാലോ? 6 പേർക്ക് കളിക്കാൻ ഇത് ബാസ്കറ്റ് ബോൾ അല്ല. ക്രിക്കറ്റ് കളിക്കാൻ ഇനി 5 പേര് വേണം. അതിനിപ്പോ എന്ത് ചെയ്യും? വെയിറ്റ്, 5 മിനിറ്റിനുള്ളിൽ ഞാൻ സെറ്റ് ചെയ്ത് തരാം. ദാ അങ്ങോട്ട് നോക്ക്. ഹായ് ഗായ്സ്. എന്തിനാ വിളിച്ചത്? എവിടേക്കാ പോകുന്നത്? പോകുവല്ല, വരുക. വേദപാഠശാലയിൽ നിന്നും മഠത്തിലേക്ക് വരുക. ആ ബുക്ക് എന്താ? ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വിഷയങ്ങളും ഇതിലുണ്ട്. ഓ അതെയോ? ജയ് ശ്രീ മഹാവിഷ്ണു. എന്ത് ചോദ്യമായത്? ഈ ഭൂമിയിൽ എനിക്കറിയാത്ത കാര്യങ്ങൾ ഒന്നുമില്ല. ആഹാ, അപ്പൊ നിനക്ക് എല്ലാ കാര്യങ്ങളും അറിയാമോ? അറിയാം. ഓഹോ, എന്നാ ഞാൻ 3 ചോദ്യങ്ങൾ ചോദിക്കാൻ പോവാം. ഉത്തരം പറയാമോ? പറയാം, ചോദിക്ക്. രജനീകാന്ത് ആരാണ്? രജനീകാന്തോ? ആ നോക്കടാ. രജനീകാന്ത്. ഈ രജനീകാന്ത് ആരാ? നമ്മുടെ ഗുരു പറഞ്ഞില്ലല്ലോ. നിങ്ങൾക്കറിയാവോ? അറിയില്ലേ? അറിയില്ലേ? സൂര്യകാന്തവുമുണ്ട്, ചന്ദ്രകാന്തവുമുണ്ട്. പക്ഷെ നിങ്ങൾ ചോദിക്കുന്ന രജനീകാന്ത് ഇതിലില്ലല്ലോ. ഇല്ലല്ലോ, അതിലില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ ശരി ശരി. അല്ല, ആരാത്? രജനീകാന്ത് എന്ന് വെച്ചാ തമിഴ് സൂപ്പർ സ്റ്റാർ. ഓ അതെയോ? അതെനിക്കറിയായിരുന്നു. ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നിനക്ക് ചിരഞ്ജീവിയെ അറിയാമോ? ചിരഞ്ജീവി? എന്ത് ചോദ്യാ കുട്ടി ഈ ചോദിക്കുന്നത്? ഈ പ്രപഞ്ചത്തിൽ ചിരഞ്ജീവി അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? മെഗാസ്റ്റാർ എപ്പോഴെങ്കിലും ബദ്രിനാഥി വന്നിട്ടുണ്ടാവോ? എനിക്കറിയില്ല. ആ ചിരഞ്ജീവി സാറിനെ കുറിച്ച് ഈ വേദത്തിലുണ്ടോ? ഉണ്ട്. ഓ, ആഞ്ജനേയ സ്വാമി ഈ വേദത്തിൽ മാത്രമല്ല, ഈ ലോകം മുഴുവനുമുണ്ട്. ഓഹോ, നീ പറയുന്നത് ആ ചിരഞ്ജീവിയെ കുറിച്ചാണോ? ആ. ഞാൻ ചോദിച്ചത് ആ ചിരഞ്ജീവിയെ കുറിച്ചല്ല, പിന്നെ മെഗാസ്റ്റാർ ചിരഞ്ജീവിയെ കുറിച്ച്. ആഞ്ജനേയോ, നിങ്ങൾ സ്റ്റാർ കീറുന്നെന്ന് ചോദിച്ചാ എനിക്കതൊന്നും അറിയില്ല. വേറെ എന്തെങ്കിലും ചോദിക്കേ. ശരി, ആ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആ നിനക്ക് MS ധോണി അറിയാമോ? MS ധോണി. എനിക്ക് ധോണി അറിയാം. ധോണി എന്താണെന്നറിയില്ല. അതൊക്കെ അറിയണ്ടേ? അദ്ദേഹം ക്രിക്കറ്റ് പ്ലെയർ ആണ്. 2020ലും ഇപ്പോഴും നമുക്ക് വേൾഡ് കപ്പ് കൊണ്ടുതന്നയാൾ. ഈ 2020 എന്ത്? ക്രിക്കറ്റ് മാച്ച് എന്ത്? ആ ശ്രീ മഹാവിഷ്ണുവിന് ഇഷ്ടമുള്ള ക്രിക്കറ്റ് കളി അറിയില്ലെന്നോ? ശ്രീ മഹാവിഷ്ണുവിന് ഇഷ്ടമുള്ള കളിയോ? അതെ ഗുരു, ആ 3 കുറികളാണ് ഈ 3 വിക്കറ്റ്സ്. എങ്ങനെ ഈ കളി കളിക്കുന്നത്? സിമ്പിൾ. ആ സെന്ററിലുള്ള കുറിയിൽ എറിഞ്ഞാൽ ഡയറക്റ്റ് ആയി സ്വർഗത്തിൽ പോവാം. അപ്പൊ സൈഡിലുള്ള കുറിയിൽ എറിയുന്നതെങ്കിൽ ത്രിശങ്ക സ്വർഗം കിട്ടും. ജയ് ശ്രീമൻ നാരായണ. സാക്ഷാൽ ശ്രീ മഹാവിഷ്ണുവിന് ഇഷ്ടമുള്ള കളിയാ. കല്ലുകൊണ്ടല്ല എറിയേണ്ടത്. പിന്നെ എന്തുകൊണ്ടാ എറിയേണ്ടത്? ഇതുകൊണ്ട്. എന്താ ഇത്? ലഡു. ലഡു? സ്വാമി, ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നേ? വർഷങ്ങളോളം വെയിലത്തുണക്കിയ ഇങ്ങനെ ഇരിക്കും. എന്നാ അറിഞ്ഞോ? ഡയറക്റ്റ് ആയിട്ട് സ്വർഗത്തിൽ പോകാമല്ലോ. ജയ് ശ്രീമൻ നാരായണ. ദൈവമേ, ആന വരണ്ടോ? വേഗം ഓടിക്കാണോ. എന്താ ഉണ്ടായത്? നിനക്ക് ആചാരങ്ങളുടെ സംസ്കാരത്തിന്റെ ഒന്നും അർത്ഥം അറിയില്ല. നിങ്ങളുടെ അച്ഛന്റെ പേര് പറഞ്ഞോളൂ. മരിച്ചുപോയത് എന്റെ അച്ഛനല്ല, മകനും മരുമകളുമാ. പിതൃക്കളുടെ മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയാണ് പ്രധാനമായും ഇവിടെ പിണ്ടദാന കർമ്മം നടത്താറുള്ളത്. പക്ഷെ പിതാവ് ഒരിക്കലും പുത്രനു വേണ്ടി കർമ്മം ചെയ്യാൻ പാടില്ലെന്നാണ് ശാസ്ത്രം. അങ്ങനെയാണെങ്കിൽ ഞാനത് ചെയ്തോളാം. പെൺകുട്ടികളും ഈ കർമ്മം ചെയ്യാൻ പാടില്ലെന്നാണ്. പകരം നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭർത്താവിന് വേണമെങ്കിൽ ഈ കർമ്മം ചെയ്യാവുന്നതാണ്. കല്യാണം കഴിഞ്ഞില്ല, അങ്ങനെയെങ്കിൽ കുടുംബത്തിൽ ആരെങ്കിലും ചെയ്താലും മതി. അങ്ങേക്കും ചെയ്യാം. അയ്യോ വേണ്ട,
എന്നോട് പറഞ്ഞിരിക്കുന്ന എന്റെ കൈ കൊണ്ട് ആർക്ക് ആഹാരം പോലും കൊടുക്കരുതെന്ന. പിന്നെ എങ്ങനാ പിണ്ടം വെക്കുന്നത്? ഒരു കാര്യം ചെയ്യ്, ഇവിടെ അനാഥർക്ക് പിണ്ടം വെക്കുന്നവരുണ്ടാകുമല്ലോ, അവരെ കൊണ്ട് ചെയ്യിക്ക്. 100-200 കൊടുക്കാം. പണം വാങ്ങി പിണ്ടം വെക്കാൻ ആരാ വരിക? എന്തിനാ മുത്തശ്ശ ഇത്തരം സെന്റിമെന്റ്സ് കൊണ്ട് അമ്മയും അച്ഛനെ അനാഥരാക്കുന്നത്? അപ്പൊ എനിക്ക് എഴുന്നേക്കാലോ? ഇരിക്കൂ റാവുജി, ഞാൻ പിണ്ടം വെക്കാം. എന്താ ബദ്രി നീ പറയുന്നത്? ദിവസവും ബദ്രീനാഥിന് പൂജ ചെയ്യുന്ന കൈകൊണ്ട് ഏതോ അനാഥർക്ക് പിണ്ടം വെക്കാവുന്നു? തെറ്റെന്താണ് റാവുജി? ആചാരങ്ങളെല്ലാം നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ്, തിന്മയ്ക്ക് വേണ്ടിയുള്ളതല്ല. ഏത് മതത്തിലും ശവത്തെ ദൈവമായാണ് കാണുന്നത്. എന്നാൽ നമ്മുടെ മതത്തിൽ മാത്രം ശവത്തെ അപശകുനമായാണ് കാണുന്നത്. ശവം ശിവന് സമാനം. അളകനന്ദയുടെ അച്ഛനും അമ്മയും ക്ഷേത്രത്തിൽ വെച്ചാണ് മരിച്ചത്. അതുകൊണ്ട് അവർക്ക് പിണ്ടം വെച്ചാൽ ഭഗവാനെ നൈവേദ്യം വെക്കുന്ന പോലെയാ. പൂജകൾ തുടങ്ങട്ടെ. ആരെയാ മോളെ നീ വണങ്ങുന്നത്? ബദ്രിയോ ബദ്രിനാഥിനെയോ? ബദ്രിയെ. ഭീകരാക്രമണത്താൽ അമർനാഥ് ക്ഷേത്രപാലകൻ കൊല്ലപ്പെട്ടു. തങ്ങളുടെ ആൾക്കാരെ ജയിൽ വിമോചിതരാക്കിയില്ലെങ്കിൽ ഭക്തരെ ഒന്നടങ്കം കൊന്നൊടുക്കുമെന്ന് അവർ ഭീഷണി മുഴക്കി. നിങ്ങൾക്ക് 5 നിമിഷം സമയം തരുന്നു. 6ാമത്തെ നിമിഷം ഒരാളും ഇവിടെ ഉണ്ടാകരുത്. Who are you to give me time? 1 Conditions petals in the mem. नींव कादू. 2 हम भागने वाले नहीं, भगाने वाले हैं. 3 एक एक को मार डालूंगा. भक्तुलंदरनी चंपता. 4 5 Okay, 5. अब क्या? बद्री ബദ്രി, നിനക്കും 5 നിമിഷം സമയം തരുന്നു. 6ാം നിമിഷം ഒരാളും ജീവനോടുണ്ടാവരുത്. I
सर आपकी हिम्मत की तो दाद देनी चाहिए बिना हथियार के आप कैसे आ गए? ഗ്രേറ്റ് ഒരു ആയുധം പോലും ഇല്ലാതെ ഇത്ര ധൈര്യത്തിൽ എങ്ങനെ വന്നു സർ? അവനാണ് എന്റെ ആയുധം, വജ്രായുധം. ക്ഷേത്രപാലക സമര കൗതുക ഖഡ്ഗചാലക രക്ഷക ക്ഷാത്രനായക സ്ഫൂർത്തിദായക കാര്യസാധക ദക്ഷകം പ്രഹർഷണകാരകം മമ പുത്രസന്നിഭവാലകം വാത്സല്യഭാവ പ്രേരകം. ഏയ് വസുധാര, എത്ര ജന്മം കഴിഞ്ഞാലും ഒറ്റ തുള്ളി പോലെ എന്റെ മേല് വീഴില്ലെന്ന ആ ബദ്രി പറഞ്ഞത്. ഇപ്പോ ഞാൻ അവനെ സ്നേഹിക്കുന്നു, മനസ്സ് നിറഞ്ഞ സ്നേഹിക്കുന്നത്. എന്റെ സ്നേഹം സത്യമാണെങ്കിൽ എന്റെ ദേഹത്ത് വീഴില്ലേ? ആര് വീഴണമെന്നാ? ഈ വസുധാര വീണാലും ആ ബദ്രി വീഴില്ല. എന്താ എനിക്കെന്താ ഒരു കുറവ്? ആ ബദ്രിനാഥിനോടുള്ള ഭക്തിയാ കുറവ്. എപ്പോഴാണോ ഞാൻ അവനെ സ്നേഹിച്ചു തുടങ്ങിയത്, ഇനി അവന്റെ ഇഷ്ടം തന്നെയാ എന്റെ ഇഷ്ടം. ഇപ്പൊ ബദ്രിയെ ഇഷ്ടമായത് കൊണ്ട് ആ ബദ്രിനാഥിനെ ഇഷ്ടമാ. ഓഹോ, 7 ദിവസത്തിനുള്ളിൽ എന്നെ ഇവിടെ വണങ്ങിക്കൂ എന്നാ മുത്തച്ഛനോട് പറഞ്ഞത്. 7 മിനിറ്റിനുള്ളിൽ ക്ഷേത്രത്തിലെത്തി അവന്റെ ഇഷ്ടം പോലെ ഞാൻ വണങ്ങിയിരിക്കുമെന്ന് ചെന്ന് പറഞ്ഞേക്ക്. ഞാൻ ഇപ്പൊ തന്നെ പോവുക. ആ